റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഓരോ വിഷയത്തിലെയും പ്രധാനപ്പെട്ട നിർവചനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു റിവിഷൻ വീഡിയോ ആണിത്. പരീക്ഷയിൽ മാർക്ക് ഉറപ്പാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭാഗമാണ് നിർവചനങ്ങൾ. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിലെ നിർവചനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ പാഠത്തിൽ പാഠം 1 3 നിർവചനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒന്ന് മഅറൂഫ് എന്നാൽ എന്തെന്നാണ്. അപ്പോൾ അൽ മഅറൂഫു മാഹുവാന്നോ അല്ലെങ്കിൽ മഅറൂഫ് വ്യക്തമാക്കാനൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ആൻസറായിട്ട് വരും. എന്താണ് ആൻസർ? ഒന്നാമത്തേത് അൽ മഅറൂഫു മാഹുവ. അതിൻ്റെ ഉത്തരം ഇദാ ദുക്കിറ മഅൽ ഫിഅലി ഫായിലുഹു യുസമ്മ മഅറൂഫൻ. ഈ യുസമ്മ മഅറൂഫൻ എന്ന ഇതിന് നിർബന്ധമില്ല, ഫായിലുഹു വരെ എഴുതിയാലും കുഴപ്പമില്ല. ഇദാ ദുക്കിറ മഅൽ ഫിഅലി ഫായിലുഹു, അതിനാണ് മഅറൂഫ് എന്ന് പറയാം. അഥവാ ഫിഅലിനോടൊപ്പം ഫായിലിനെ പറയപ്പെട്ടാൽ, അതാണ് അതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തത് എന്താണ്? മജ്ഹൂലാണ്. അപ്പോൾ അൽ മജ്ഹൂലു മാഹുവ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അൽ മജ്ഹൂലു മാഹുവ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ആൻസർ വരിക? ഇല്ലം യുദ്ക്കർ മഅൽ ഫീലി ഫായിലുഹു യുസമ്മ മജ്ഹൂലൻ. അത് ഉത്തരം മതി. ഇല്ലം യുദ്ക്കർ മഅൽ ഫീലി ഫായിലുഹു വരെ മതി, യുസമ്മ മജ്ഹൂലൻ എന്ന് വേണമെന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? ഫീലിനോടൊപ്പം ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത്ര മതി, അതിന് മജ്ഹൂൽ എന്ന് പറയപ്പെടും. ഇപ്പോൾ ഫീലിനോടൊപ്പം ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ. ഇനി മൂന്നാമത്തേത് ആ പാഠത്തിൽ തന്നെ ഒന്ന് വരുന്നുണ്ട്. നായിബുൽ ഫായിലി മാഹുവ എന്ന് ചോദിക്കുകയാണെങ്കിലോ, നായിബുൽ ഫായിലി മാഹുവ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഇദാ കാനൽ ഫീലു മജ്ഹൂലൻ യുഖാമു മഫ്ഊലും ബിഹി മഅറൂഫൻ മഖാമൽ ഫായിലി. യുഖാലു ലഹു നായിബുൽ ഫായിലി എന്നും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാകും. അതിവിടെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആൻസർ ഇതുവരെ മതി. എന്താണ്? ഇദാ കാനൽ ഫീലു മജ്ഹൂലൻ യുഖാമു മഫ്ഊലും ബിഹി മഅറൂഫൻ മഖാമൽ ഫായിലി. അഥവാ ഫീല് മജ്ഹൂലായാൽ മഫ്ഊലും ബിഹി മർഫൂ ആയി, പിന്നെ അത് വേണ്ട, മർഫൂ ആയി ഫായിലിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കും. ഇതിനാണ് എന്തെന്ന് പറയാം? നായിബുൽ ഫായിൽ എന്ന് പറയുന്നത്. അപ്പോൾ അറബി നായിബുൽ ഫായിലിൻ്റെ അറബി എന്താണ്? ഇദാ കാനൽ ഫിഅലു മജ്ഹൂലൻ യുഖാമു മഫ്ഊലും ബിഹി മർഫൂഅൻ മഖാമൽ ഫായിലി. അർത്ഥാണെങ്കിൽ ഫിഅല് മജ്ഹൂലായാൽ മഫ്ഊൽ ബിഹി മർഫൂ ആയി ഫായിലിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കും. ഇതിനാണ് നായിബുൽ ഫായിൽ എന്ന് പറയുന്നത്. അപ്പോൾ അറബി ആൻസർ, ഇതിൻ്റെ നിർവചനങ്ങളൊക്കെ അറബി തന്നെ പഠിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇനി അറബി പഠിക്കാൻ പ്രയാസമുള്ളവർക്കൊക്കെ അർത്ഥം നിർബന്ധമായിട്ടും എന്തായാലും പഠിക്കണം. അറബി കഴിയില്ല എന്നുണ്ടെങ്കിൽ അർത്ഥമെങ്കിലും എഴുതി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ 3 ഒന്ന് മഅറൂഫ് മാഹുവ, മറ്റൊന്ന് മജ്ഹൂല് മാഹുവ, നായിബുൽ ഫായിലി മാഹുവ. ഇത് ബയ്യൻ എന്ന് പറഞ്ഞ കണ്ട് തരികയാണെങ്കിൽ അൽ മഅറൂഫ് അൽ മഫ്ഊൽ അൽ മഅറൂഫ് അൽ മജ്ഹൂൽ അല്ലെങ്കിൽ നായിബുൽ ഫായിൽ എന്നൊക്കെ ബയ്യൻ എന്ന് പറഞ്ഞു തരികയാണെങ്കിലും ഇത് തന്നെയാണ് ആൻസർ ചെയ്തേണ്ടത്. ഇനി രണ്ടാമത്തെ പാഠത്തിൽ ഏതാണ്? മഫ്ഊല് ഫീഹി എന്നാൽ, മഫ്ഊല് ഫീഹിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. മഫ്ഊല് ഫീഹി എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? അതിൻ്റെ ആൻസർ ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫീലി ഔ മക്കാനിഹി. ഇതാണ് മഫ്ഊല് ഫീഹി. ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫീലി ഔ മക്കാനിഹി. എന്താണ് അർത്ഥം വരിക? പ്രവൃത്തി സംഭവിക്കുന്ന കാലത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ മേൽ സൂചിപ്പിക്കുന്ന നാമമാണ് എന്ത്? മഫ്ഊല് ഫീഹി. ഇത്ര എഴുതിയാലും മതി. പ്രവൃത്തി സംഭവിക്കുന്ന കാലത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ മേൽ സൂചിപ്പിക്കുന്നത് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതാണ് മഫ്ഊല് ഫീഹി. പിന്നെ അതിൻ്റെ കൂടെ പറയുന്നത് യുസമ്മ ലൊർഫൻ, അതിന് ലൊർഫ് എന്ന് പേരുണ്ട് എന്നും കൂടി പറയുന്നു.
അപ്പോൾ ലർഫ് എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിലും ഇതന്നെയാണ് ആൻസർ ചെയ്തേണ്ടത്. ലർഫ് രണ്ടെണ്ണമാണ്, അതൊക്കെ നമുക്കറിയാം. ജസ്റ്റ് അതിൻ്റെ കൂടെ പറയുന്നു എന്ന് മാത്രം. ലർഫ് ജമാനാണ്, മറ്റൊന്ന് ലർഫ് മക്കാനാണ്. അപ്പോൾ മഫൂലു ഫീഹി എന്നാൽ എന്ത്, അല്ലെങ്കിൽ ലർഫ് എന്നാൽ എന്ത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അൽ മഫൂലു ഫീഹി മാഹുവാന്നോ അല്ലെങ്കിൽ ബയ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അൽ മഫൂലു ഫീഹൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇസ്മുൻ യദുല്ലു അലാ ജമാനി വഖൂഇൽ ഫീലി ഔ മക്കാനിഹി. അറബിൻ്റെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു നിലക്കും കിട്ടാത്തവരാണെങ്കിൽ അർത്ഥ എഴുത പ്രവൃത്തി സംഭവിക്കുന്ന കാലത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ മേൽ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന നാമം എന്നൊക്കെ എഴുതാം. ഇനി മൂന്നാമത്തെ പാഠത്തിൽ, പാഠം 3 അൽ മഫ്ഊലു ലഹു അൽ മഫ്ഊലു ലഹു മാഹുവ എന്നോ അൽ മഫ്ഊലു ലഹു വ്യക്തമാക്കാനൊക്കെ തരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫീലി ലദീ ഖബ്ലഹു എന്നാണ്. മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫീലി ലദീ ഖബ്ലഹു എന്താണ്? അർത്ഥതാണ് മുൻപുള്ളതായ ക്രിയ സംഭവിക്കാനുള്ള കാരണം വ്യക്തമാക്കുന്ന ക്രിയാനാമമാണ് മഫ്ഊൽ. ഇപ്പോൾ ഇങ്ങനെ ഇതാ മുമ്പുള്ള ക്രിയ സംഭവിക്കാനുള്ള കാരണം വ്യക്തമാക്കുന്നത് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അത് മഫ്ഊലു ലഹു എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറബിനെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫീലിൽ ലദീ ഖബ്ലഹു. ഇത് മറ്റേ നിർവചനം ക്വസ്റ്റ്യനായിട്ട് തന്നുകൊണ്ട് അതെന്താണ് എന്ന് കണ്ടെത്താനോ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ യോജിപ്പിക്കാനോ ഒക്കെ ആയിട്ട് വരാനും ചാൻസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്തത് 4ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച മറ്റൊരു മഫ്ഊൽ എന്താണ്? മഫ്ഊൽ മുത്ലഖാണ്. മഫ്ഊൽ മുത്ലഖ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൽ മഫ്ഊൽ മുത്ലഖ് മാഹുവ എന്നോ അതിൽ ബയ്യനായിട്ട് മഫ്ഊൽ മുത്ലഖ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആൻസർ? ആൻസർ അൽ മഫ്ഊൽ മുത്ലഖു എന്നിവിടെ ക്വസ്റ്റ്യനിൽ വന്നുകൊണ്ട് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. മസ്ദറുൻ മുതലാണ് ആൻസർ തുടങ്ങേണ്ടത്. മസ്ദറുൻ ഈ ദുക്കിറ ബഅദ ഫീലിഹി ലി ബയാനി നൗഇൽ ഫീലി കഴിഞ്ഞിട്ടില്ലേ, അതിൻ്റെ ബാക്കി ഇതും കൂടി കൂട്ടണം. ഈ കറുപ്പ് കൂട്ടുക. നൗഇൽ ഫീലി കഴിഞ്ഞിട്ട് ഔലി തൗക്കീദിൽ ഫീലി, അത് കഴിഞ്ഞിട്ട് ഔലി ബയാനി അദദിഹി, അതും കൂടി അതിൻ്റെ കൂടെ വേണം. അപ്പോൾ ഇങ്ങനെ പറയും: മസ്ദറുൻ ദുക്കിറ ബഅദ ഫീലിഹി ലി ബയാനി നൗഇൽ ഫീലി ഔലി തൗക്കീദിൽ ഫീലി ഔലി ബയാനി അദദിഹി. അങ്ങനെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ അർത്ഥം പറയും. മഫ്ഊൽ മുത്ലഖ് എന്നാൽ ചോദ്യം വന്നു, ആൻസർ ഇവിടുന്ന് ക്രിയാരൂപം വിവരിക്കാൻ വേണ്ടി ക്രിയക്ക് ശേഷം പറയപ്പെടുന്ന ക്രിയാനാമമാണ്. ഇനി അല്ലെങ്കിൽ ഇത് ഒന്നും കൂടി നേരെ കറക്റ്റ് ചെയ്താണെങ്കിൽ ക്രിയയുടെ രൂപം വിവരിക്കാൻ വേണ്ടി ഇതോ ആദ്യമായിട്ട് കൊടുക്കുക ഒന്നാമതായിട്ട്, അല്ലെങ്കിൽ ക്രിയ ഊന്നിപ്പറയാൻ വേണ്ടി ഇത് രണ്ടാമതായിട്ട് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വ്യക്തമാക്കാൻ വേണ്ടി അത് മൂന്നാമതായിട്ട് പറയാം, എന്നിട്ട് ലാസ്റ്റ് ഇത് പറയാം ക്രിയക്ക് ശേഷം പറയപ്പെടുന്ന ക്രിയാനാമമാണ്. അങ്ങനെ പറയാം. അപ്പോൾ അറബിനെ പഠിക്കുക, അതായിരിക്കും ഒന്നും കൂടി എളുപ്പം. മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ മസ്ദറുൻ ദുക്കിറ ബഅദ ഫീലിഹി ലി ബയാനി നൗഇൽ ഫീലി ഔ ലി തൗക്കീദിൽ ഫീലി ഔ ലി ബയാനി അദദിഹി. അതാണ് മഫ്ഊൽ മുത്ലഖ്. ഇനി 7ാമത്തെ പാഠത്തിൽ ഒരു 2 നിർവചനങ്ങൾ പഠിക്കുന്നുണ്ട്. 7ാമത്തെ പാഠത്തിൽ അതിലൊന്ന് ജംഉ മുദക്കർ സാലിമാണ്, മറ്റൊന്ന് ജംഉ മുഅന്നസ് സാലിമാണ്. അപ്പോൾ ജംഉ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മുതലാണ് ആൻസർ വരിക. ജംഉ മുദക്കർ സാലിം ക്വസ്റ്റ്യൻ: മാ ദല്ല അല അക്സറ മിനസ്നൈനി മാ സലാമത്തി ബിനാഇ മുഫ്രദിഹി. അത്ര മതി. മാ ദല്ല അല അക്സറ മിനസ്നൈനി മാ സലാമത്തി ബിനാഇ മുഫ്രദിഹി. അറബി പഠിക്കാനാണ് ഒന്നും കൂടി എളുപ്പമായിട്ട് വരിക. അർത്ഥമാണെങ്കിൽ ഏകവചന രൂപത്തിൽ മാറ്റം വരാതെ. പിന്നെ ഇതിവിടെ വേണമെന്നില്ല, നമ്മൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഇത് വേണ്ട. ഇങ്ങനെ ഏകവചന രൂപത്തിൽ മാറ്റം വരാതെ അവസാനം വർദ്ധിപ്പിക്കുക മാത്രം ചെയ്ത് 2ൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനത്തിനാണ് ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത്. മാദല്ല അലാ അക്സറ മിനസ്നൈനി മാ സലാമത്തി ബിനാഇ മുഫ്രദിഹി എന്നാണ് ജംഉ മുദക്കർ സാലിമിൻ്റെ ഡെഫിനിഷൻ. ഇനി അതുപോലെ ആ പാഠത്തിൽ തന്നെയുള്ള മറ്റൊന്നാണ് ജംഉ മുഅന്നസ് സാലിം. ജംഉ മുഅന്നസ് സാലിം എന്നാൽ എന്ത് എന്നോ
വ്യക്തമാക്കാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഇതാ ജംഉൽ മുഅന്നസ് സാലിം. ഇത് ക്വസ്റ്റ്യനാണ്, ഇവിടെ മുതൽ മതി. മാ ജുമിഅ ബി അലിഫിൻ വ താഇൻ മസീദത്തൈനി അലാ മുഫ്രദിഹി. അത്രേ ഉള്ളൂ. അതാണ് എളുപ്പം. അറബി പഠിക്കലാണ് ഒരു നിലയ്ക്ക് ലിസാനിലേക്ക് എളുപ്പമായിട്ട് വരിക. മാ ജുമിഅ ബി അലിഫിൻ വ താഇൻ മസീദത്തൈനി അലാ മുഫ്രദിഹി. എങ്ങനെ അതിൻ്റെ അർത്ഥം എങ്ങനെ വരിക? ഏകവചന രൂപത്തിൽ മാറ്റം വരാതെ അലിഫ് താ എന്നിവ അവസാനം വർദ്ധിപ്പിക്കുക മാത്രം ചെയ്ത് രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനത്തിന്. ഇങ്ങനെ പറയാം. ഏകദേശം ഈ അർത്ഥം വരുന്ന രൂപത്തിലുള്ള വാക്കുകളൊക്കെ മതി. ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഉസ്താദന്മാർ പഠിപ്പിച്ചെന്നത് അതനുസരിച്ചും കണ്ട് എഴുതുക. അപ്പോൾ ഇതിൽ ലിസാനിലൊക്കെ പ്രത്യേകം പറയാനുള്ളത് അറബി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അറബി തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അറബി ഒരു നിലക്കും കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അറബി മലയാളത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ജംഉ മുഅന്നസ് സാലിം മാ ജുമിഅ ബി അലിഫിൻ വ താഇൻ മസീദത്തൈനി അലാ മുഫ്രദിഹി. ഇനി ഈ നിർവചനങ്ങളെ കൂടെ ജസ്റ്റ് ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താണ്. നമ്മൾ ലിസാനിൽ പിന്നെ കുറേ വിഷയങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഈറാബുകൾ അതിൻ്റെ കൂടെ പഠിച്ചിരുന്നു. ഈറാബുകളൊക്കെ പല രൂപത്തിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഒറ്റ നോട്ടത്തിൽ ജസ്റ്റ് ചുരുക്കിയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കോളത്തിൽ അബ്വാബുൻ നഹ്വി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളാണത്. അതിൻ്റെ ഈറാബ് അടുത്ത കോളത്തിലായിട്ട് 2 തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇതൊക്കെ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. ഏതൊക്കെ? ഫായില്, മഫൂല്, നായിബുൽ ഫായില്. ഫായിലിൻ്റെ ഇറാബ് മർഫു ആണ്, റഫ് ചെയ്യപ്പെട്ടതാണ്, മർഫു ആണ്. മഫൂലാണെങ്കിൽ മൻസൂബാണ്. നായിബു ഫായിലാണെങ്കിൽ മർഫു ആണ് അല്ലേ? ഫായിലും നായിബു ഫായിലും മർഫു ആണ്. മഫൂലാണെങ്കിൽ മൻസൂബാണ് അതിൻ്റെ ഇറാബ്. പിന്നെ തൊട്ടടുത്ത പാഠത്തിൽ ലർഫു സമാനും ലർഫു മക്കാനും വന്നിരുന്നു അല്ലേ? ലർഫു സമാനും ലർഫു മക്കാനും മഫൂല് ഫീഹൊക്കെ പാഠം ഉൾപ്പെടുന്നതാണല്ലോ. അതുതന്നെയാണല്ലോ, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അത് 3ഉം മൻസൂബാണ്. ലർഫു സമാന്, ലർഫു മക്കാന് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ മൻസൂബാണ്. മഫൂല് ഫീഹി ആണത്, അപ്പോൾ അതും മൻസൂബ് തന്നെയാണ്. ഏത് രൂപത്തിൽ ചോദിച്ചാലും അങ്ങനെ എഴുതാം. ഇനി മറ്റൊന്ന് മഫൂല് ലഹു പഠിച്ചു. മഫൂല് ലഹു മൻസൂബാണ്, മഫൂല് മുത്ലഖും മൻസൂബാണ്. അപ്പോൾ എന്താ മനസ്സിലായത്? മഫൂലുകൾ മുഴുവൻ എന്താണ്? മൻസൂബാണ് മനസ്സിലാക്കുക. മഫൂലുകൾ ഫുള്ള് മൻസൂബാണ്. ഇനി മറ്റൊന്ന് നമ്മൾ പഠിച്ചത് മഅത്തൂഫാണ്. മഅത്തൂഫിൻ്റെ ഇറാബ് എന്ന് പറഞ്ഞാൽ യത്ബഉൽ മഅത്തൂഫ് അലൈഹി ഫിൽ ഇറാബി എന്നാണ്. ഇറാബിൽ മഅത്തൂഫ് എന്ത് ചെയ്യും? മഅത്തൂഫ് അലൈഹിയോട് തുടരുന്നതാണ്. ഒരു മഅത്തൂഫ് അലൈഹിനോട് അനുസരിച്ചെങ്ങാണ്ട് ഇറാബ് മാറും. ചിലപ്പോൾ റഫാവും, ചിലപ്പോൾ നസ്ബക്കാവും. അതുകൊണ്ട് അതങ്ങനെ മനസ്സിലാക്കുക. പിന്നെ മുലാഫ് ഇലൈഹിൻ്റെത് മജ്റൂറാണ്. മഅത്തൂഫ് പറഞ്ഞു, മുലാഫ് ഇലൈഹി മജ്റൂറാണ് അതിൻ്റെ ഇറാബ്. പിന്നെ ജംഉ മുദക്കർ സാലിം നമ്മൾ പറഞ്ഞു. ജംഉ മുദക്കർ സാലിം, അതേപോലെ ജംഉ മുഅന്നസ് സാലിം, അത് രണ്ടും ഒരു പാഠത്തിൽ പഠിച്ചല്ലോ. ജംഉ മുദക്കർ സാലിമും ജംഉ മുഅന്നസ് സാലിമും. ജംഉ മുദക്കർ സാലിമിൻ്റെ ഇറാബ് യുർഫഉ ബിൽ വാവിലെ, വാവ് കൊണ്ട് റഫ്. പിന്നെ യുൻസബു വയുജറു ബിൽ യാഇ, നസ്ബും ജറും യാ കൊണ്ടാണ്. വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബും ജറും. ജംഉ മുദക്കർ സാലിം ആണെങ്കിലോ യുർഫഉ ബിൽ ലമ്മത്തി, യുൻസബു വയുജറു ബിൽ കസ്റത്തി എന്നാണ്. അഥവാ ലമ്മ കൊണ്ട് റഫും കസ്റ് കൊണ്ട് ജറും നസ്ബും. ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന് നമ്മൾ പഠിച്ചത് ഇന്ന വ അഖ്വാത്തുഹ. ഇന്നിയും അതിൻ്റെ കൂടെയുള്ളതുണ്ടല്ലോ. ഇന്ന അന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വേറെ വിശദമായിട്ട് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചുരുക്കി പറയണത്. അതിൻ്റെ ഇറാബ് എന്താണ്? തൻസിബുൽ ഇസ്മ വ തർഫഉൽ ഖബറ. ഇസ്മിന് നസ്ബും ഖബറിന് റഫും. അതാണ് ഇന്ന അഖ്വാത്ത്. കാന അഖ്വാത്തിൻ്റെ ഇറാബ് എന്താണ്? നേരെ തിരിച്ച് തർഫഉൽ ഇസ്മ വ തൻസിബുൽ ഖബറ. ഇസ്മിന് റഫും ഖബറിന് നസ്ബും. ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റാണ്. മനസ്സിലാക്കുക. ഇത് ഇൻ ലം ലമ്മ ലാമുൽ അംറു ലാമുൻ നഹിയ് ഇതൊക്കെ എന്താ ചെയ്യുക? അത് യുജ്സമുൽ ഫീലുൽ മുലാരിയായ ഫീലിന് ജസ്മ് ചെയ്യുന്ന ആമിലുകളാണ് ഇതൊക്കെ അല്ലേ? അതേപോലെ ഒന്നും കൂടി അല്ലൻ കൈ ഇതൻ എന്നുള്ളത് യുൻസബുൽ ഫീലുൽ മുലാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന ആമിലുകളാണ്. അത് ജസ്റ്റ് ഒറ്റ നോട്ടത്തിലൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു എന്ന് മാത്രം.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. പരീക്ഷയിൽ ഉന്നതമായ വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.